മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിൻ്റെ മുദ്ര നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ സാധ്യമാകൂ. ഇന്ന് നാം ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നൽകിയ ജ്ഞാനത്താൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്ന് സഭയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അശുദ്ധിയുടെ അരുവികൾ വിശുദ്ധ സ്ഥലത്ത് വന്നു ചേരുമ്പോൾ അവസാനമായി എന്ന് തന്നെ കർത്താവിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ ഇന്ന് സഭയെ നയിക്കേണ്ടവരായ ഇടയന്മാരും ദൈവജനത്തിന് ശുശ്രൂഷകൾ ചെയ്യേണ്ടവരായ പുരോഹിതരുമെല്ലാം യേശുനാഥനെ ഉപേക്ഷിച്ചുകൊണ്ട് തിരുസഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന, കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ദുഷ്പ്രേരണ മൂലം പല ദൈവമക്കളും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നു. അതാണിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഇന്ന് മൗനം പാലിച്ച് നിൽക്കുന്നതായ തിരുസഭാ മക്കൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ 19-ാം അധ്യായം 40-ാമത്തെ വചനത്തിലൂടെ ബോധിപ്പിക്കുന്നത്, യേശു പ്രതിവചിച്ചു, ഇവർ മൗനം ഭുജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, യേശുവിനെതിരെ യേശു സ്ഥാപിച്ച തിരുസഭ അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള സഭയാണ്. ഈ ലോകത്തിൽ പലതും നേടുവാനല്ല, ഈ ലോകത്തിലേക്കുള്ള ദൗത്യങ്ങൾ നമ്മൾ നിർവഹിച്ച് നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് ഈ സഭാ സംവിധാനങ്ങൾ കർത്താവായ യേശു സ്ഥാപിച്ചത്. ഇന്ന് ഈ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നതായ ഇടയന്മാരെയും പുരോഹിതരെയൊക്കെയാണ്. എന്താണ് പുരോഹിതൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം? ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിന് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പുരോഹിതൻ്റെ ഉത്തരവാദിത്വം അതാണ്. എന്നാൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്നെല്ലാം മാറി ഇടയന്മാരും പുരോഹിതരുമെല്ലാം സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് ദൈവം മക്കളെന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഓരോരുത്തരും മൗനം ഭുജിക്കുമ്പോൾ കർത്താവിൻ്റെ വചനമാണ് നമ്മളോട് പറയുന്നത്. യേശു പറയുന്നു, ഇവർ മൗനം ഭുജിച്ചാൽ, അതെ, നിങ്ങളോട് തന്നെയാണ്, മൗനം ഭുജിക്കുന്ന നിങ്ങളോട് തന്നെയാണ് യേശു പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരു വിഭാഗം ഉണ്ടാവും. ഇന്ന് വിജാതീയർ ക്രിസ്തുവിനെ രക്ഷകനും നാഥകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ രക്ഷ കൈവന്നു എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം രക്ഷയിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ആയതിനാൽ ജാഗ്രത ഉള്ളവരായിട്ട് മാറണം. വെളിപാട് പുസ്തകം 9-ാം അധ്യായത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നത്, നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ മറ്റ ഒന്നിനെയും, ഭൂമിയിലുള്ള പുല്ലിനെയോ പച്ചച്ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് കൽപ്പിച്ചു. അപ്പോൾ ലോകത്തിൻ്റെ അവസാനത്തിൽ നശിക്കുവാൻ പോകുന്നത് മനുഷ്യകുലം തന്നെയാണ്. ആദ്യം അവർക്ക് കൊടുത്തിരുന്ന അമൂല്യമായ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതയാത്ര നടത്തുന്ന എല്ലാ മനുഷ്യരും നിത്യനരകാഗ്നിയിലേക്ക് തന്നെ പോകും. കാരണം വഴിയും സത്യവും ജീവനും യേശു തന്നെ. ആ വഴിയിലൂടെ അല്ലാതെ സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് വചനം നമ്മളോട് പറയുമ്പോൾ അത് ദൈവം, സൃഷ്ടാവ്, അത്യുന്നതൻ നമുക്ക് നൽകിയ ഇൻഫർമേഷനാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായിട്ട് പെരുമാറുന്നതുമെല്ലാം നമ്മുടെ ഇടയന്മാരല്ലയോ? ഞാനന്ന് ചോദിക്കട്ടെ, വിജാതീയരെന്ന് പറയുന്ന മറ്റു സമുദായ അംഗങ്ങൾ അവർ ഏത് രീതിയിൽ അവരുടെ ദേവന്മാരെ പ്രീതിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന, ജസ്റ്റ്
ഉദാഹരണമായിട്ട് പറയാം. എവിടെയെങ്കിലും ഒരു മുസ്ലിം ദേവാലയത്തിൽ അനുസരണക്കേടിൽ അവർ നിസ്കരിക്കാൻ വേണ്ടി വരുന്നുണ്ടോ? ഏതെങ്കിലും അമ്പലങ്ങളിൽ അവരുടെ ദേവന്മാരുടെ പ്രീതിക്കായിട്ട് വേണ്ടി അവർ പൂജകൾ അർപ്പിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ അനുസരണക്കേടിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ജ്ഞാനമുള്ളവരെന്ന് പറയുന്നതായ ഈ ക്രൈസ്തവർ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഓരോ വ്യക്തികളും ഇന്ന് ചെയ്തു കൂട്ടുന്നത് എത്രയോ അവഹേളനമാണ്. നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വിശുദ്ധമായ അവസ്ഥയെ നഷ്ടപ്പെടുത്തി അശുദ്ധമാക്കുന്ന നിങ്ങളുടെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ മുദ്ര പതിക്കത്തില്ല. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അശുദ്ധിയുടെ അരൂപിയിൽ വിശുദ്ധ സ്ഥലത്ത് വന്നെത്തി എന്നുള്ളതിന് തെളിവാണ് ഇന്ന് വത്തിക്കാനിലും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയിലുമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി എന്ന് ഇവർ സീനഡിലൂടെ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന പല കാര്യങ്ങളും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വേണ്ടി ഇവർക്ക് അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ അതുപോലും വിനിയോഗിക്കാതെ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നതുമായിട്ട് രമ്യപ്പെട്ടുകൊണ്ട് സമവായത്തിലൂടെയും മറ്റു പല പ്രക്രിയകളിലൂടെയും അല്ലെങ്കിൽ നല്ല ഇടയന്മാരെ തിരഞ്ഞെടുക്കേണ്ട സമയത്തെല്ലാം എത്ര പണം സമ്പാദിക്കാൻ പറ്റുമെന്ന്, എങ്ങനെ സൂഹിക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുന്ന ഇടയന്മാരെയും സീനഡിനെയൊക്കെ എല്ലാം കാണുമ്പോൾ അശുദ്ധിയുടെ അരൂപിയിൽ അവിടെ എത്തിക്കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ പോലും ഇന്ന് സഭയുടെ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് പ്രവർത്തിക്കേണ്ടതായ അവിടെ എല്ലാം ഇന്ന് യേശുവിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. മാതാവിനെ അവർ വിട്ടുകളഞ്ഞു, ഇനി യേശുവിനെയും കൂടി വിട്ടുകളയണോ എന്നുള്ള കണ്ടീഷനിലാണ് ഇവർ പോകുന്നത് എന്നുള്ള കാര്യമാണ് സത്യം. കാരണം അവരിൽ യേശു ഇല്ല, യേശുവിൻ്റെ പരിശുദ്ധാത്മാവില്ല എന്നതാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. ഞാൻ വിമർശിക്കുകയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ മൗനം ഭുജിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ അത് കത്തിജ്വലിക്കുന്നതാണ്. അതൊരിക്കലും പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് എൻ്റെ പല സുവിശേഷ വേലകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ ബോധ്യം നൽകുമ്പോൾ ഞാൻ അവിടെ മൗനം പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവജനമേ, നിങ്ങൾ അനുദപിക്കുക. നാം ഓരോരുത്തരും പല പ്രലോഭനങ്ങളിൽ പെടും എന്നുള്ളത് സത്യമാണ്. അത് തൻ്റെ പുത്രനായ യേശു നമ്മളെ പഠിപ്പിച്ച, നമ്മുടെ ശിഷ്യരെ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ നാം നിത്യമായ ജീവനിലേക്കാണോ അതോ നിത്യനരകാഗ്നിയിലേക്കാണോ നമ്മൾ പ്രവേശിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് കർത്താവായ യേശു വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് ആരോ അവനാണ് എൻ്റെ സഹോദരനും എൻ്റെ അമ്മയുമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരരെ, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് ഈ ലോക ജീവിതം വളരെ തുച്ഛമുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കുക. ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും അനുദപിക്കുവാനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.